ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സാരിക്ക് ഏത് ടൈപ്പ് ഓഫ് ജ്വല്ലറി ഉപയോഗിച്ചാൽ കൂടുതൽ അട്രാക്റ്റീവ് ആവും എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഉണ്ട് ജ്വല്ലറീസ്: ബജറ്റ് ഫ്രണ്ട്ലി, പ്രീമിയം കളക്ഷൻസ്. അപ്പം പലപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് ഏത് ടൈപ്പ് ജ്വല്ലറിയാണ് ഞാൻ മേടിക്കുന്നത്. എന്നാൽ ഒരേ ഡിസൈനിലുള്ള ജ്വല്ലറീസ് ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വരും, നെക്ലേസുകളായാലും അങ്ങനെയുള്ള വരും. അപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. കുറച്ച് വില കൂടിയത് മേടിക്കണോ കുറഞ്ഞത് മേടിക്കണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു 5 പോയിൻറ്റ്സ് എടുത്ത് വന്നിട്ട് എങ്ങനെ നമുക്കതിൻ്റെ ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും, നമുക്ക് എന്താണ് സൂട്ടബിളായിട്ടുള്ളത്, എന്തിനാണ് നമ്മൾ ഏത് ഒക്കേഷന് വേണ്ടിയാണ് നമ്മൾ മേടിക്കുന്നത്, അപ്പം നമ്മൾ എന്താണ് അതിലൊക്കെ നോക്കേണ്ടത്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കിയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ വരാറുണ്ടോ എന്ന് കമൻറ്റിൽ പറയുക. എനിക്ക് വരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ ചെയ്താൽ ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന്. അപ്പോൾ വീഡിയോ എൻ്റെ വരെ വാച്ച് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം പ്രൈസ് നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പം അതിൽ ഒരു 200 to 1000 റേഞ്ചിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് കിട്ടും. പ്രീമിയം വരുമ്പോൾ അതൊരു 1000 above 5000 അങ്ങനെയുള്ള റേഞ്ചിലാണ് പ്രീമിയം വരുന്നത്. അപ്പം മെയിൻലി നമുക്കത് ആദ്യം നോക്കേണ്ടത് നമ്മൾ ഏത് ഒക്കേഷന് വേണ്ടിയാണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മളൊരു ഡെയിലി വിയറിനാണെങ്കിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മൾ നോർമലി ചൂസ് ചെയ്യുന്നത് ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മളിപ്പോൾ ഓഫീസിൽ പോകാനുള്ളതാണ് ഇങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. കാരണം ട്രെൻഡി ആയിട്ടുള്ള ഉപയോഗിക്കണം എന്നുള്ളതെന്ന് എപ്പോഴും ട്രെൻഡിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ബജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും കൂടുതൽ ഉപയോഗം ഉണ്ടാകുന്നത്. പ്രീമിയം കളക്ഷൻ വരുന്നത് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ പോകുമ്പം അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ പ്രീമിയം കളക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് റേഞ്ച് കൂടിയത് മേടിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് പ്രീമിയം കളക്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ ഈ പ്രൈസ് ഡിഫറൻസ് വരുന്നത് മെയിൻലി ക്വാളിറ്റി, ഫിനിഷ്, മെറ്റീരിയൽ ക്വാളിറ്റി, ഇതിലൊക്കെ ആയിരിക്കും നമുക്ക് ഈ പ്രൈസ് ഡിഫറൻസ് മെയിൻലി വരുന്നത്. ബജറ്റിലും പ്രീമിയത്തിൽ എപ്പോഴും ഒരു ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ഹൈ ആയിരിക്കും ബജറ്റിനേക്കാളിലും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആൻഡ് ഫിനിഷ്. അപ്പോൾ അത് ഞാൻ ആദ്യത്തെ നമ്മൾ പ്രൈസ് ഡിസൈഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ക്വാളിറ്റിയും ഫിനിഷും അനുസരിച്ചാണ് പ്രൈസ് ഡിസൈഡ് ആകുന്നത് ഞാൻ പറഞ്ഞു. അപ്പം ഇതിൽ നമ്മൾ ക്വാളിറ്റി ഫിനിഷ് നോക്കുകയാണെങ്കിൽ ബജറ്റിൽ എപ്പോഴും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. അതിൻ്റെ പോളിഷ് നോർമൽ പോളിഷ് ആയിരിക്കും, ഹൈ ലെവൽ പോളിഷൊന്നും ആകില്ല. പിന്നെ അതിൻ്റെ സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊരു ഗ്ലൂ കൊണ്ട് എന്താ പറയുക ഒട്ടിച്ചിരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഫിനിഷ് ആയിരിക്കും. അത് മൈന്യൂട്ടായിട്ട് നമ്മൾ നോക്കിയാലേ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. പ്രീമിയത്തിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സ്റ്റോൺ വർക്ക്, അതൊരു സ്റ്റോൺ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ സ്റ്റോൺ പോലെ ലുക്ക് വരും. നമുക്ക് അതിൻ്റെ പോളിഷിന് വ്യത്യാസം വരും. പോളിഷൊക്കെ നല്ല കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റിയുള്ള പോളിഷ് ആയിരിക്കും. അങ്ങനെയുള്ള ഡിഫറൻസ് വരും. അപ്പോൾ നമുക്കൊരു ക്ലോസ് ലുക്കിൽ വരുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. ഒരു പ്രീമിയം ക്വാളിറ്റിയും ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് നമുക്ക് ക്വാളിറ്റി വ്യത്യാസം മനസ്സിലാവും. പക്ഷെ നമ്മളിപ്പോൾ ഡെയിലി വെയറിന് നമുക്ക് ഹൈ ക്വാളിറ്റി ഒന്നും വേണമെന്നില്ല, നമുക്ക് മാറ്റി ഇടണമെന്നുള്ളത് കൊണ്ട് നമ്മളത് അത്രയും ശ്രദ്ധിക്കില്ല. പിന്നെ അപ്പോൾ അതിനനുസരിച്ചാണ് ഈ വില കൂടുന്നത്. ഈ ക്വാളിറ്റി ഓഫ് മെറ്റീരിയലിനനുസരിച്ചാണ് എപ്പോഴും വില കൂടുന്നത്. തേർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി എപ്പോഴും പ്രീമിയം ക്വാളിറ്റിക്ക് കൂടുതലായിരിക്കും. നമ്മളുടെ ബജറ്റ് ഫ്രണ്ട്ലി ആകുമ്പോൾ 6 months to 1 year അക്കോർഡിംഗ് ടു നമ്മൾ എങ്ങനെ അതിനെ കെയർ ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. അത് വെള്ളത്തിലൊന്നും കൊള്ളാതെ അല്ലെങ്കിൽ നമുക്ക് വിയർപ്പൊന്നും ഇല്ലാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും നല്ല രീതിയിൽ സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്താൽ, രണ്ടും സൂക്ഷിച്ച് വെക്കണം. പ്രീമിയം ആയാലും ബജറ്റ് ഫ്രണ്ട്ലി ആയാലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി അത്രയേ ഉണ്ടാവുള്ളൂ. എന്നാലും പോളിഷിൻ്റെ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി ആകുമ്പോൾ അത് നമ്മൾ കുറച്ചൊരു മെറ്റീരിയലിൻ്റെ വ്യത്യാസം വരുമല്ലോ. അപ്പം അതിനനുസരിച്ച് അതിൻ്റെ ഒരു 1 year വരെ നമ്മൾ നല്ലപോലെ സൂക്ഷിച്ചാൽ 1 year മിനിമം 1 year നല്ല പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ കളറൊന്നും ഫെയ്ഡ് ആകില്ല. പ്രീമിയം ക്വാളിറ്റി വരുമ്പോൾ കളർ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, ഫെയ്ഡ് ആകില്ല. അത്ര പെട്ടെന്നൊന്നും കളർ ഫെയ്ഡ് ആകില്ല. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ അതിനെ അത്രയും കെയർഫുള്ളി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും പ്രീമിയം പ്രൊഡക്ട്സ്. ഫോർത്ത് പോയിൻ്റ് അതിൻ്റെ ലുക്ക്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പല ബജറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്ട്സും നല്ല ലുക്ക് വരാറുണ്ട്. ഒറ്റ നോട്ടത്തിൽ നല്ല ലുക്ക് വരാറുണ്ട്, ക്യൂട്ടായിരിക്കും. നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ചെറിയ പെൻഡൻ്റ് ഇടുന്നതായാലും ഒരു ചെറിയൊരു ജുംക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റഡ് ഒക്കെ ഇടുമ്പോൾ നമുക്കതൊരു ക്യൂട്ട്, അങ്ങനെ ചെറിയ ബജറ്റ് ഫ്രണ്ട്ലി ആകുമ്പോൾ എപ്പോഴും അധികം വെയിറ്റ് ഉള്ളതൊന്നും വരാകില്ല. അപ്പം ഒരു ക്യൂട്ട് ലുക്കായിരിക്കും. പ്രീമിയം വരുമ്പോൾ ഒരു റിച്ച് ലുക്ക് വരും. പ്രീമിയം എപ്പോഴും നമ്മൾ പറഞ്ഞില്ല, ഏതെങ്കിലും ഒക്കേഷനൊക്കെ പ്രീമിയം ക്വാളിറ്റി ഉള്ള ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറുള്ളൂ.
ഇടാറുണ്ട്. അല്ലെങ്കിൽ അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ പ്രീമിയം ക്വാളിറ്റിയിലും ഇട്ടുകൊണ്ട് പോകുന്നവരുണ്ട്. ഞാൻ പലരെയും എനിക്കറിയാം. ഇട്ടുകൊണ്ട് ഓക്സിഡൈസ് ജ്വല്ലറീസൊക്കെ നല്ല ഇതിലുള്ള റേഞ്ചിലുള്ളതൊക്കെ ഇട്ടുകൊണ്ട് ഡെയിലി പോകാറുള്ള ആൾക്കാരുണ്ട്. ഞാനൊരു ആവറേജ് ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ടു ബൈ വാട്ട്. അപ്പം നമ്മളിപ്പോൾ പ്രീമിയം മേടിക്കണോ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേടിക്കണോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് മേടിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഡെയിലി റൊട്ടേഷന് വേണമെങ്കിൽ നമുക്ക് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ട്രെൻഡി ആയിട്ടുള്ളതാണ്, നമുക്ക് മാറി മാറി എപ്പോഴും ഉപയോഗിക്കണം, ട്രെൻഡിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം എന്നൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് അങ്ങനെയുള്ളവരൊക്കെ അവർക്കൊക്കെ അത് മിക്കവാറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, സൂട്ടബിൾ, അഫോർഡബിളും. അപ്പം അത് അല്ലാതെ ഇപ്പോൾ പ്രീമിയം വരുമ്പോൾ നമ്മളൊരു വെഡ്ഡിങ് ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമുക്ക് പ്രീമിയം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ മേടിച്ച് വെച്ചു, അത് ലോങ് ടൈമിൽ നമുക്കത് തന്നെ യൂസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രീമിയം മേടിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല. അത് നമ്മൾ പറഞ്ഞില്ല നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. ഇപ്പോൾ ബജറ്റിലും ഞാൻ പറഞ്ഞില്ല പ്രീമിയത്തിൻ്റെ ലുക്കിൽ ഒറ്റ നോട്ടത്തിൽ ലുക്ക് വരുന്ന ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസും അവൈലബിൾ ആണ്, എൻ്റെ കയ്യിലും അവൈലബിൾ ആണ് അങ്ങനത്തേത്. അപ്പോൾ അത് എല്ലാവരും അത് തന്നെ ഇതെല്ലാം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വേരി ചെയ്യുന്നതാണ്. അത് ഞാനൊരു ജനറൽ ഐഡിയ തന്നതാണ്. രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഇതൊക്കെയാണ്. അപ്പം പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ആലോചിച്ച് എങ്ങനെ ഏതാ വേണ്ടതെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. സ്മാർട്ട് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും നിങ്ങളുടെ വാർഡ്രോബിൽ രണ്ടും അവൈലബിൾ ആയിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ബജറ്റ് ഫ്രണ്ട്ലിയും മേടിക്കുക, പ്രീമിയവും മേടിക്കുക. പ്രീമിയം അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ അതിനനുസരിച്ച് മേടിക്കുക. അല്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണമെങ്കിലും നമ്മളൊരു പ്രീമിയം കളക്ഷൻ നമുക്ക് വെക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകണം എന്നുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കണം തോന്നുമെങ്കിൽ ഒരു വെഡ്ഡിങ്ങിനൊക്കെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വെഡ്ഡിങ്ങിന് പോകുമ്പോൾ എൻഗേജ്മെൻറ്റിന് പോകുമ്പോൾ ഒക്കെ ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പട്ടുസാരിയുടെ കൂടെ ഉപയോഗിക്കാനും ഒക്കെ നമുക്ക് ഒന്ന് രണ്ട് പീസൊക്കെ നമുക്ക് പ്രീമിയം മേടിച്ച് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതൊരു മിക്സായിട്ട് മേടിച്ച് വെക്കുന്നതായിരിക്കും ഒരു നല്ല ഓപ്ഷനായിരിക്കും. അത് വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ജ്വല്ലറിയാണ് പ്രിഫർ ചെയ്യാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള ടോപ്പിക്കുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.